രാത്രി 12 മണിക്ക് ചേട്ടായി എന്നെ വിഷ് ചെയ്യുന്നതാണ് കേട്ടോ, വീഡിയോ കോൾ ചെയ്തിട്ട്. ഞാനും വെയിറ്റിംഗ് ആയിരുന്നു. 11:57 തുടങ്ങി ഞാനിങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു കേട്ടോ. പിന്നെ സന്തോഷ് ചേട്ടനെ ചേട്ടായി വിളിച്ച് കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. രമ്യ കേക്ക് കൊണ്ട് രാവിലെ വന്നിട്ടുണ്ടായിരുന്നു. കോളിംഗ് ബെൽ അടിച്ചിട്ട് മമ്മി ഇറങ്ങി വന്നു കേട്ടോ. ഞാൻ കുളിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഉള്ള സൗണ്ട് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി. സൗണ്ട് താത്തി പറഞ്ഞെങ്കിലും പിന്നെ ജിലു അനന്തനെ വിളിച്ച് പറഞ്ഞിട്ട് മന്തിയൊക്കെ എത്തിച്ചു വീട്ടിൽ. അവന് ഓർത്തിരുന്നത് ഒക്കെ ചെയ്ത് കേട്ടോ. ഭയങ്കര സന്തോഷമായിട്ടോ എനിക്ക്. പിന്നെ ചെറിയ രീതിയിൽ നമ്മൾ സേമിയ പായസമൊക്കെ വെച്ച് ആഘോഷിക്കാനുള്ള പരിപാടിയിലായിരുന്നു. അവനെന്നോട് ചോദിക്കുകയും ചെയ്തു എന്നാ സ്പെഷ്യലൊക്കെ. ഞാൻ പറഞ്ഞു എനിക്ക് സ്പെഷ്യലാണ്, തന്നെ ഒരു സുഖമില്ല എന്ന് പറഞ്ഞ് ഞാൻ മമ്മി ബിരിയാണി വെക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ സമ്മതിച്ചില്ല കേട്ടോ, ചെയ്യണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ ഇവർ മമ്മിയും മോനും കൂടെ പ്ലാൻ ചെയ്തു കേട്ടോ. അനിയനും മമ്മിയുടെ പ്ലാൻ ചെയ്തതാണ്. ഇവിടെ നിന്ന് ഉണ്ടാക്കിയാൽ ഞാൻ അറിയില്ല. അപ്പോൾ പുറത്തുനിന്ന് അതിനെക്കൊണ്ട് മന്തി മേടിപ്പിച്ചാട്ടോ ജിലു. ഒരു സൈഡിൽ മമ്മിയും ജിലുവും പ്ലാൻ ചെയ്യുന്നു, ഒരു സൈഡിൽ ഫ്രണ്ട്സും ചേട്ടായും കൂടെ പ്ലാൻ ചെയ്യുന്നു. വൈകുന്നേരം ആയപ്പോഴത്തേക്കും ജിലു അവൻ്റെ ഫ്രണ്ടിനെ കൊണ്ട് പറഞ്ഞൊരു ഡ്രസ്സൊക്കെ എടുപ്പിച്ച് റിജോയുടെ കയ്യിൽ കൊടുത്തു വിട്ടു കേട്ടോ. ഭയങ്കര സന്തോഷമായിട്ട് എനിക്ക്. മമ്മിയും ജിലുവും ഇത്രയും എന്നെ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കിത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. എനിക്ക് പറയാൻ വാക്കുകളില്ല. അത്രയും സർപ്രൈസായിരുന്നു എനിക്ക് ഈ വർഷം കിട്ടിയത് കേട്ടോ. അതുപോലെ നല്ല രസമായിരുന്നു കേട്ടോ. എൻ്റെ സെലക്ഷനൊക്കെ നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ ഒരുപാട് താങ്ക്സ് ജിലു, മമ്മി, ഒരുപാട് നന്ദി കേട്ടോ. ഞാനവരെ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ടോ കരുതുന്നുണ്ടോ അതിൻ്റെ ഡബിളായിട്ട് അവരെനിക്ക് തിരിച്ചു വന്നപ്പോൾ വല്ലാത്ത സന്തോഷമാണ് കേട്ടോ.